നോവായി വയനാട് മാറുകയാണ്. മരണസംഖ്യ മണിക്കൂറുകൾ കൊണ്ട് ഉയരുന്ന സാഹചര്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മരണനിരക്ക് 310 ആയിരിക്കുകയാണ്. 200-ലധികം പേരെ കാണാനില്ല എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഇന്ന് മുണ്ടക്കൈ ചൂരൽമല മേഖലകൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ചാലിയാറിന്റെ തീരത്തും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഇപ്പോൾ കാലാവസ്ഥ ഏതു രീതിയിലാണ്? അനുകൂല സാഹചര്യം തന്നെയാണോ? തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രോഹിണി, കാലാവസ്ഥ ഇപ്പോൾ പ്രതികൂലം തന്നെയാണ്. ഇപ്പോൾ മഴ ശക്തമായി തന്നെ ഈ മേഖലയിൽ പെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചൂരന്മല മേഖലയിൽ നിന്നും മൃതദേഹങ്ങളും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ഇപ്പോൾ തന്നെ ഈ ഭാഗത്ത്, അതായത് ചൂരന്മല ഈ സ്കൂൾ സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്തു നിന്നും ഇപ്പോൾ 3-ലധികം ഈ മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തനം ഈ മഴയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അവിടേക്ക് എത്തിയ ഈ രക്ഷാപ്രവർത്തനത്തിനായി രാവിലെ തന്നെ മുണ്ടക്കയും ആ ഭാഗവും കടന്ന് അതിന് മുകളിലേക്ക് എത്തിയിട്ടുള്ള നമുക്കറിയാം ഈ സന്നദ്ധ സംഘടനകളുണ്ട് നിരവധി. അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ പ്രവർത്തകരുമുണ്ട്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു രാവിലെ മുതൽ നിരവധി പേരാണ് അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനവുമായി എത്തിയത്? ആ ഭാഗത്തേക്കൊക്കെ പോയപ്പോൾ എന്തായിരുന്നു അവിടുത്തെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ? ഞങ്ങൾ ഇന്ന് അതിരാവിലെ തന്നെ മുണ്ടക്കൈയും കഴിഞ്ഞിട്ട് അതിൻ്റെ ഏകദേശം ഉത്ഭവ സ്ഥാനത്തിനടുത്തേക്കാണ് ഞങ്ങൾ ഇന്ന് യുവമോർച്ചയുടെ ടീം പോയത്. അവിടെ ഒരുപാട് വീടുകൾ മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് മൃതശരീരങ്ങളൊന്നും തന്നെ കണ്ടെടുക്കാൻ സാധിക്കുന്നില്ല. കാരണം മനുഷ്യന്റെ കൈകൾ കൊണ്ട് അവിടെ ഒന്നും സാധ്യമല്ലാത്തൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഹിറ്റാച്ചിയൊക്കെ മുകളിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അവിടെ എല്ലാം തന്നെ ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം വീടിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് പുറമേക്ക് കാണാം, പക്ഷെ കുന്നോളം ഉയരത്തിൽ മണ്ണ് വന്ന് കിടക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അവിടുത്തെ പ്രദേശവാസികൾ ഞങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഇവിടെ വീടുണ്ട്, 6 വീട് ഇവിടെയുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ ഞങ്ങൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ വടി കൊണ്ട് കുത്തി നോക്കി അല്ലെങ്കിൽ കുത്തി നോക്കി മൃതശരീരത്തിന്റെ ഗന്ധം വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ മാത്രമേ അവിടെ തെരച്ചിൽ നടത്താൻ സാധിക്കുള്ളൂ. സൈന്യത്തിന്റെയും അതുപോലെ സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം വലിയ തെരച്ചിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഉച്ചവരെ ആ മേഖലയിൽ തന്നെയാണ് തെരച്ചിൽ നടത്തിയത്. അവിടെ സംശയാസ്പദമായ ചില സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഇത്തരത്തിൽ ഹിറ്റാച്ചിയൊക്കെ എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട്. തീർച്ചയായും ഈ സൈന്യത്തിന്റെ പ്രവർത്തനം അത് ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ എയർലിഫ്റ്റിംഗ്, അതോടൊപ്പം തന്നെ ഈ ബെയിൽപാലത്തിന്റെ നിർമ്മാണം, ഈ കഴിഞ്ഞ ദിവസത്തോടു കൂടി ബെയിൽപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടാണ് വാഹനങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞത്. അത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗത കൂട്ടിയെന്നുള്ളത് തന്നെ. ഈ പാലമില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ വലിയ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ JCB ഹിറ്റാച്ചിയും ഒക്കെ ഇത്രയും പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുക? അപ്പൊ സൈന്യത്തിന്റെ അവസരോചിതമായിട്ടുള്ള എട്ടപ്പെടലുകൾ തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഇത്രയെങ്കിലും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇനി ഇപ്പോൾ 300-ലധികം ഭൗതിക ശരീരങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത്. പക്ഷെ നാട്ടുകാർ പറയുന്ന സംഖ്യ അനുസരിച്ച് എത്രയോ വലുതാണ്. ഒരുപക്ഷെ നമുക്ക് ചാനലിൽ പറയാൻ പോലും പേടിയാണ്. അത്രയും വലുതാണ് ഈ ഒരു അപകടത്തിന്റെ യഥാർത്ഥ മുഖം എന്നുള്ളതാണ് സത്യം. ഏതായാലും ഇതിനു മുമ്പ് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഒന്ന് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിജീവിക്കേണ്ടതുണ്ട്. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള സ്ക്വാഡുകളായിട്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുള്ള യുവമോർച്ചയുടെ ടീമാണ്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള യുവമോർച്ചയുടെ വളണ്ടിയർമാർ ഓരോ ടീമുകളായിട്ട് വ്യത്യസ്ത മേഖലകൾ, ഇന്ന് ഏകദേശം 6ഓളം മേഖലകളിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ക്യാമ്പുകളിൽ യുവമോർച്ചയുടെ വളണ്ടിയർമാരുണ്ട്. അങ്ങനെ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങളൊക്കെ വ്യക്തമാക്കുന്നു, കൃത്യമായൊരു മുന്നറിയിപ്പ് അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നതിനെ പറ്റിയിട്ട്. അപ്രതീക്ഷിതമായാണ് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനിയും അപകട സാധ്യതാ മേഖലകൾ നിരവധി അവർ പറയുന്നുണ്ട്. അതിലൊക്കെ കൃത്യമായൊരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയല്ലേ? ഉറപ്പായിട്ടും. കാരണം പശ്ചിമഘട്ടത്തെ കാർന്നു തിന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ മേഖല എന്നുള്ളത് പുത്തുമല ദുരന്തം നമ്മുടെ മുന്നിലുണ്ട്. അതിന് തൊട്ടടുത്ത പ്രദേശമാണ്, ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. ഇത്രയും ഹെവി റെയിൻ വരുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ്. എന്തുകൊണ്ടാണ് അധികൃതർ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് കൊടുക്കാതിരുന്നത്? അപ്പോൾ ഇത് വലിയ അലംഭാവം സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. പലപ്പോഴായി കേരളത്തിന് മുന്നറിയിപ്പുകൾ കേന്ദ്ര സർക്കാർ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ അവഗണിച്ചിരിക്കുന്നു. അതിന് കൊടുത്തിരിക്കുന്ന വലിയ അത് മാനിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ആദ്യഘട്ടത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിട്ടത്, അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റിയില്ല. അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലേക്കും എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ സംവിധാനത്തോടുകൂടി സൈന്യമൊക്കെ വന്നതിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാകുന്നത്. അതോടൊപ്പം ഈ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനവും സജീവമാണ് ഈ മേഖലയിൽ. ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചു, യുവമോർച്ച അടക്കമുള്ള
നിരവധി സംഘടനകൾ, അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടും ഈ ഒരു പ്രവർത്തനം ഈ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഉറപ്പായിട്ടും ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും നമ്മൾ അവശ്യ സാധനങ്ങൾ കളക്ട് ചെയ്തോ, കൽപ്പറ്റ ഓഫീസിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മളത് കളക്ട് ചെയ്യുന്നത്. ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളിലേക്ക് അത്തരം സഹായങ്ങൾ, അവശ്യ വസ്തുക്കൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മളിപ്പോൾ മേപ്പാടി ആ ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുള്ളത്. ഹെൽപ്പ് ഡെസ്കിൽ എല്ലാ ദിവസവും രാവിലത്തെയും അതുപോലെ ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും എല്ലാം ഭക്ഷണം അവിടെ തയ്യാറാക്കുന്നുണ്ട്. ആയിരക്കണക്കിന് പേർക്കാണ് BJPയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നും വ്യാപകമായിട്ട് അവശ്യ വസ്തുക്കൾ വയനാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. അർഹരായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ക്യാമ്പിൽ ആവശ്യമായിട്ടുള്ള മുഴുവൻ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ക്യാമ്പിലും നമ്മുടെ വളണ്ടിയർമാർ അവർക്ക് വേണ്ട എല്ലാ അവശ്യ വസ്തുക്കളും ഇപ്പോൾ പ്രത്യേകിച്ച് ക്യാമ്പിലുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മോർച്ചറി. അവിടെ ഇൻക്വസ്റ്റ് നടത്താൻ, അതുപോലെ തന്നെ ഇൻക്വസ്റ്റിന് സഹായിക്കാൻ, അതുപോലെ ബോഡി വരുന്ന സമയത്ത് ആ ബോഡി ക്ലീൻ ചെയ്യാൻ, അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ സജീവമായിട്ട് യുവമോർച്ചയും ഉണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇവിടെ ദിവസങ്ങളായി താമസിച്ചുകൊണ്ട് ഈ പ്രദേശത്തെത്തി ഇവിടെയുള്ള ഈ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ച് അതിൻ്റെയൊക്കെ ഏകോപനം കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇടപെടൽ, അതോടൊപ്പം തന്നെ ഈ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ വലുത് തന്നെയല്ല ഈ ഒരു ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ പ്രധാനമന്ത്രി തന്നെയാണ് നേരിട്ട് ശ്രീ ജോർജ് കുര്യൻജിയോട് ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ദൂതനായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. ഒട്ടും വൈകാതെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സംവിധാനങ്ങളും ഈ പ്രദേശത്തേക്ക് വയനാട്ടിലേക്ക് എത്തി എന്നുള്ളതാണ്. ഹെലികോപ്റ്ററുകളായിക്കൊള്ളട്ടെ, അതുപോലെ എല്ലാ സേനകളുടെയും കൃത്യമായിട്ടുള്ള ആളുകൾ എത്തിക്കൊണ്ടു. ഇപ്പൊ നമുക്ക് പട്ടാളത്തിന്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ ഇല്ലായിരുന്നു എങ്കിൽ ഈ ഒരു ഇത്രയും ആളുകളെ ബോഡി കണ്ടെടുക്കാൻ സാധിക്കില്ല, രക്ഷിക്കാൻ സാധിക്കില്ല. ശരിക്കും നമ്മളെല്ലാം പകച്ച്, നമ്മുടെ സംസ്ഥാനത്തിന്റെ സംവിധാനങ്ങളെല്ലാം പകച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ വലിയൊരു ആശ്വാസമായത് സേനയുടെ ഇടപെടലുകളാണ്. ഇത്തരത്തിൽ പാലം ഉണ്ടാക്കുന്ന എല്ലാ ഒരാൾക്ക് പോലും അത് ക്രോസ് ചെയ്ത് അപ്പുറം പോകാൻ പറ്റുമായിരുന്നില്ല ഈ പുഴ. പക്ഷെ നമ്മുടെ സൈന്യം വന്നതിന് ശേഷമാണ് അവിടേക്ക് എത്തുന്നത്. നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന പ്രദേശമാണ്. അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നത്. പരിക്ക് പറ്റിയവരുണ്ട്, പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാം തന്നെ സാധിച്ചത് സൈന്യത്തിന്റെയും അതുപോലെ തന്നെ സർക്കാർ മെഷീനറികളുടെയും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അമിത്ഷാജി, അതുപോലെ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദാജി, എല്ലാവരും നദ്ദാജിയൊക്കെ കൃത്യമായും നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രജിയുമായി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ അദ്ദേഹം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഈ മരണസംഖ്യ ഉയരുന്ന ഒരു ആശങ്കയുണ്ടെങ്കിലും ഇന്ന് 4 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു വിവരം കൂടെ ലഭിച്ചിട്ടുണ്ട്. ഈ സൈന്യം അത്തരത്തിൽ അവിടെ തിരച്ചിൽ നടത്തി. ഇനിയും ഇത്തരത്തിൽ ജീവന്റെ തുടുപ്പോടുകൂടി ആ മേഖലയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ സൈന്യം ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഇനിയും ആ ഒരു മേഖലയിൽ ജീവന്റെ തുടുപ്പ് ബാക്കിയുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. കാരണം ഏകദേശം കാണാതായ ആളുകളുടെ കണക്ക് പറയുന്നത് 240ഓളം ആളുകളെ കാണാതായി എന്നാണ് പറയുന്നത്. പക്ഷെ പ്രദേശവാസികൾ പറയുന്നത് 500-ലധികം ആളുകളെ കാണുന്നില്ല എന്നുള്ള വിവരമാണ്. ഇപ്പോൾ ഹോം സ്റ്റേകളിൽ താമസിച്ചവർ, റിസോർട്ടുകളിൽ താമസിച്ചവർ, അവരെയൊന്നും പറ്റിയ വിവരമില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ അവിടുത്തെ ഒരു പ്രദേശവാസി പറഞ്ഞത് അവർ ആദ്യം രക്ഷിച്ചത് ഒരു വിദേശ വനിതയായിരുന്നു. ഇവിടെ ഒഴുകി വന്ന ഒരു വിദേശ വനിതയാണ് ആദ്യം രക്ഷിക്കുന്നത്. അപ്പോൾ ആരൊക്കെ എവിടെ നിന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, കാണാൻ വേണ്ടി, വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള വാർത്ത വളരെ പ്രതീക്ഷാനിർഭരമായിട്ടുള്ള വാർത്തയാണ്. കാരണം 4 പേർ ജീവനോട് കൂടിയിട്ട് അവർ രക്ഷിക്കാൻ സാധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പേരെ ജീവനോട് കൂടി രക്ഷിക്കാൻ സാധിക്കണമേ, അതിന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും മരണപ്പെട്ട ഭൗതിക ശരീരം കാണണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ജീവനോട് കൂടി തന്നെ ഉണ്ടാകണമെന്നാണ്. എന്തായാലും കഴിയാവുന്ന മനുഷ്യസാധ്യതമായതെല്ലാം ഈ വയനാട്ടിൽ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം വയനാടിനെ തിരികെ കൊണ്ടുവരും, നാം അതിജീവിക്കുക തന്നെ ചെയ്യും. എന്തായാലും അത് തന്നെയാണ് വയനാട്ടിലെ ജനതയ്ക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ യുവമോർച്ച പ്രവർത്തകരും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമാവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഒരു ജീവനും, അതായത് അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ രക്ഷപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഇവരും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത്. എന്തായാലും സൈന്യം അവരെ രക്ഷിച്ചു എന്നുള്ള വിവരം അത് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. ഇനിയും ഇത്തരത്തിൽ ആ ഭാഗത്തേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ ഇങ്ങോട്ടേക്ക് എത്തിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ, ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോൾ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. എന്തായാലും മഴയ്ക്ക്
ഈ ഒരു സമയം അല്പം ശമനമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആദ്യഘട്ടമൊക്കെ തന്നെ മഴ ഈ ഒരു സമയം, അതായത് ഉച്ചയോടുകൂടിയാണ് മഴയ്ക്ക് എപ്പോഴും ശക്തി ഏറുന്നത് ഈ പ്രദേശങ്ങളിൽ. അപ്പോൾ ഈ താൽക്കാലിക പാലം, ആദ്യഘട്ടത്തിലെ താൽക്കാലിക പാലം പിന്നീട് പുഴ കയറുന്ന വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പിന്നീട് ഈ രണ്ടാമത്തെ പാലം നിർമ്മിക്കുമ്പോഴും വേലിപ്പാലത്തിന്റെ പ്രവർത്തനത്തിനിടയിലും മഴ പെയ്തത് വലിയ തരത്തിലുള്ള വെല്ലുവിളിയായി. എന്തായാലും ഈ ഒരു പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഈ സൈന്യത്തിന്റെയും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ, വിവിധ വകുപ്പുകളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മരണസംഖ്യ ഇത്രയധികം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഏറ്റവും വലിയ ഒരു ദുരന്തം. ഇതുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു രണ്ട് പ്രദേശം ഒന്നാകെ തന്നെ രണ്ടിലധികം പ്രദേശം, അതായത് ഇതിനോട് ചേർന്നിട്ടുള്ള മറ്റ് സ്ഥലങ്ങൾ കൂടെയുണ്ട്, ആ പ്രദേശം ഒന്നാകെ തന്നെ കവർന്നെടുത്ത ഒരു ഉരുൾപൊട്ടൽ. അതിന്റെ രക്ഷാപ്രവർത്തനമായി ഇവിടെ ഓടി എത്തിയവർ അവരൊക്കെ തന്നെ ഇപ്പോഴും ആ തിരച്ചിൽ തുടരുകയാണ്. ഓരോ മേഖലയിലും ഈ ഒരു ചൂരൽമലയുടെ മേഖലയിൽ ആ സ്കൂളിന് പരിസരത്തൊക്കെ തന്നെ അവർ ഈ തെരച്ചിൽ നടത്തിയപ്പോൾ ഇന്നും നിരവധി മൃതദേഹങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഈ വഴിയാണ്, ഞാൻ നിൽക്കുന്ന വഴിയാണ് ആംബുലൻസിലൂടെ അവർ ഇവിടേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഈ ഒരു തെരച്ചിൽ വിവിധ സോണുകളായി തിരിച്ചുകൊണ്ട് രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുന്നു. കിറ്റാജികളും അതുപോലെ തന്നെ മറ്റ് യന്ത്രസാമഗ്രികളും ഒക്കെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഈ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള ഡോഗ് സ്ക്വാഡുകൾ അതോടൊപ്പം മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ആ ഒരു തിരച്ചിലിന്റെ വേഗത കൂടിയിരിക്കുന്നു. ഈ വേലിപ്പാലം വന്നതോടുകൂടി വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം, അത് സന്നദ്ധ സംഘടനകൾക്കായാൽ പോലും അങ്ങോട്ടേക്ക് എത്തുവാനുള്ള സൗകര്യം ഈ വേലിപ്പാലത്തിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മരണസംഖ്യയുടെ കാര്യത്തിൽ ഒരു കൃത്യമായ കണക്ക്, അതായത് ഇവിടെ നിന്നും എത്തിക്കുന്ന മൃതദേഹങ്ങൾ പെട്ടെന്ന് തന്നെ അത് കണക്കിൽ രേഖപ്പെടുത്തുന്നതാണ്. പക്ഷേ ഇവിടെ ഇനിയും അവശേഷിക്കുന്നത് എത്ര മൃതദേഹങ്ങളാണ് അല്ലെങ്കിൽ എത്ര പേർ ഇനി ജീവനോടെ ഉണ്ടാകുമെന്നുള്ള കാര്യം അത് ഒരിക്കലും തന്നെ കണക്കിൽപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏകദേശ കണക്കുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും വലിയ തരത്തിലുള്ള ഒരു ആശങ്ക അതിന് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നതും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നതും ആ ഒരു കണക്കിനെ സംബന്ധിച്ചിടത്തോളം എത്രയെന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞു, റിസോർട്ടുകൾ നിരവധിയുള്ള ഒരു പ്രദേശം, അവിടേക്ക് വിദേശ വനിത അടക്കം അവരുടെ അടക്കം മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ പ്രാർത്ഥനയോടുകൂടിയാണ്. കാരണം ഇനിയും ആളുകളെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കണമെന്നുള്ള പ്രാർത്ഥന തന്നെയാണ്. ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയാലും നമുക്കറിയാൻ സാധിക്കും, അവിടെയുള്ളവരും തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ തിരികെ ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനയിലാണ്. ഈ കാണാതായവരെയൊക്കെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. പല ബന്ധുക്കളും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഓടിയെത്തുന്നു. തങ്ങളുടെ ബന്ധുക്കൾ ഈ മേഖലയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു, അവരെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ആശുപത്രികളിലെത്തുന്നു. പല മൃതദേഹങ്ങളും, ഭൂരിഭാഗം മൃതദേഹങ്ങളും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലേക്ക് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ മൃതദേഹങ്ങളൊക്കെ പലതും ഈ കല്ലിനടിയിലും ഈ മണ്ണിനടിയിലും നിന്നൊക്കെ വലിച്ചെടുക്കുമ്പോൾ പല തരത്തിൽ അത്ര ചിന്ന ഭിന്നമായ രീതിയിലൊക്കെ ഈ കല്ലിനിടയിൽ നിന്നും ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും അത്രയധികം മനസ്സു മരവിച്ചു പോകുന്ന അല്ലെങ്കിൽ വലിയ തരത്തിൽ മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം ആ രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട്, കാരണം ഈ പ്രദേശത്തുള്ളവർ തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ അച്ഛനും അമ്മയും ജ്യേഷ്ഠനും ഒക്കെ നഷ്ടപ്പെട്ട ഒരു യുവാവ് പോലും ഇവിടെ സജീവമായി രക്ഷാപ്രവർത്തനത്തിലുണ്ട്. അത്തരത്തിൽ സ്വന്തം സമ്പാദ്യവും വീടും ഒക്കെ നഷ്ടപ്പെട്ടവരും ബാക്കിയുള്ളവരെ ഒരിട്ട് ജീവനുണ്ടെങ്കിൽ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിലാണ് അവർ. ആ മനോവിഷമൊക്കെ ഉള്ളിൽ ഒതുക്കിപ്പിടിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്ന കാഴ്ച തന്നെയാണ്. എന്തായാലും ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ ഇവിടേക്കൊക്കെ വലിയ തരത്തിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പ്രവർത്തനം, രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലകളിൽ വിവിധ സോണുകളിലായി ഇത്രയധികം സംഘങ്ങളെ വേർതിരിച്ചുകൊണ്ട് രാവിലെ മുതൽക്കേ തന്നെ തുടരുന്ന ഈ രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതും അതോടൊപ്പം തന്നെ ഈ ജീവനോടെ ബാക്കിയുള്ളവരെയൊക്കെ, അതായത് ആ പ്രദേശത്ത് പെട്ടുപോയവരെയൊക്കെ ഇവിടെ തിരികെ എത്തിക്കുന്നതും.